ജിഷ്ണു, തുല്യനീതി അതിനായുള്ള പരിശ്രമങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദിവസമാണിന്ന് പാർലമെൻറ്റ്? കൃഷ്ണാജി, തീർച്ചയായും നിർണായകമായ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ എത്തുകയാണ്. ലോക്സഭയിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഇന്ന് 12 മണിയോടുകൂടി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. നേരത്തെ 2024 ഓഗസ്റ്റിൽ ബില്ല് ലോക്സഭയിൽ വന്നിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും വിശദമായ ചർച്ചയും നിരീക്ഷണവും വിലയിരുത്തലിനും ശേഷം 14 നിർദ്ദേശങ്ങൾ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പാർലമെന്റിൽ സമർപ്പിച്ചു. അതുകൂടി പരിഗണിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബില്ല് വീണ്ടും ലോക്സഭയിൽ എത്തുന്നത്. കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തീർച്ചയായും തുല്യനീതി ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പ്രവർത്തനമായി തന്നെ നമുക്ക് വഖഫ് നിയമ ഭേദഗതിയെ നോക്കിക്കാണാൻ സാധിക്കും. നിലവിൽ നമുക്കൊപ്പം കേന്ദ്ര ന്യൂനപക്ഷ കാര്യത്തിന്റെ കൂടി ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജനൻ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. 2ാം തവണ ലോക്സഭയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്. എന്താണ് ഈ ബില്ലിന്റെ അനിവാര്യത? ഇത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു ബില്ലാണ്. ഈ നിയമം കൊണ്ട് ഭാരതത്തിൽ വളരെയധികം ഭിന്നത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിലെ സർക്കാരുകൾ എല്ലാം തന്നെ BJP ഇതര സർക്കാരുകളെല്ലാം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെന്ന് BJP തീരുമാനിക്കുകയും NDA തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് വരുന്നത്. ബില്ല് തീർച്ചയായിട്ടും ബില്ലുകൾ വരുന്നതും പാസ്സാക്കുന്നതും ജനഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇത് ആഗ്രഹിക്കുന്നു. മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ഇത് അംഗീകരിക്കുന്നു. പാവപ്പെട്ടവരും അങ്ങനെയുള്ളവർ സാധാരണക്കാരുമെല്ലാം. കാരണം വളരെ ഒരു ന്യൂനപക്ഷം ഈ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന വലിയ ഭൂപ്രഭുക്കളായിട്ടുള്ള ആൾക്കാർ അവർ മാത്രമേ എതിർക്കുന്നുള്ളൂ. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ഇതിനുണ്ട്. അവരെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും 1 by 1 ആയിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം ഇത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ MP-മാരോടും ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അത് സർക്കാർ ബില്ലായിട്ട് കൊണ്ടുവന്നിരിക്കുക. അതും പാർലമെൻ്ററി സമിതിക്കൊക്കെ വിട്ടിട്ട് അവരുടെ തീരുമാനവും കൂടെ അറിഞ്ഞിട്ട് തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ബില്ലിനെ എതിർക്കുമ്പോൾ കോൺഗ്രസും ഒപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നരേഷൻ ഉണ്ടാക്കുന്നത്, വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത് മുസ്ലിം മത സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതും മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നൊരു വലിയ നരേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്യത്ത് നടത്തിയിരുന്നു. അല്ല, കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മറ്റു മതങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചോളൂ, ഒരു മതത്തിൻ്റെ മാത്രം അവകാശം മതി എന്നാണ് കോൺഗ്രസിൻ്റെ കുറച്ച് നാളായിട്ടുള്ള അവരുടെ ആ രീതി അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരു മതത്തിൻ്റെ മാത്രം സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് കോൺഗ്രസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറയുന്നത്. ഈ മുനമ്പത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിൽ ആളുകളുണ്ട്, അവരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട്. ചോദ്യം, മുനമ്പത്തെ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഈ ബില്ലൊരു പരിഹാരമാകുമോ? ആ തീരദേശത്തുള്ള മനുഷ്യർ പാവപ്പെട്ടവരാണ്. അവർ എല്ലാ ജാതിയിലും വ്യത്യസ്തമായിട്ടുള്ള മതത്തിലും ഉള്ളവരാണ്. മാത്രമല്ല അവിടുത്തെ ഒരു പള്ളി, വെളങ്കണ്ണി മാതാ പള്ളി, അവിടുത്തെ സിമിത്തേരി, അവിടുത്തെ അതുപോലെ തന്നെ കോൺവെൻറ്റ്, ഇതെല്ലാം തന്നെ വഖഫായിട്ട് മാറണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ആ മുനമ്പത്തെ ജനങ്ങളെ അവിടുന്ന് ഇറക്കി വിടണമെന്നാണ്. അതുപോലെ തന്നെയാണ് LDFൻ്റെയും താല്പര്യം. അപ്പോൾ ആ ജനങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് അതിൻ്റേതായിട്ടുള്ള വോട്ട് ബാങ്ക് അവർ സൃഷ്ടിക്കണം. ഒരുപക്ഷെ അവർ കരുതുന്നത് അവിടുത്തെ ജനങ്ങളുടെ വോട്ട് ഇത്രയല്ലേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മീഷനുകളെ മാറ്റി വെക്കുന്നത്. ഒരു കമ്മീഷനെ വെക്കുന്നു, അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വേറൊരു കമ്മീഷനെ വെക്കുന്നു, അത് കോടതി സ്റ്റേ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നാടകങ്ങളെല്ലാം കളിക്കുന്നത് ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ആ സഖ്യത്തിൻ്റെ മനസ്സിൽ അവരേതാണ്ട് പൂർണ്ണമായിട്ട് തകർന്ന അവസരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ അവർക്ക് വേണം എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള അവരുടെ നയപരിപാടികൾ വരുന്നത്.
ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാസ്സാക്കിയിട്ടുള്ള പ്രമേയം പരിശോധിക്കുമ്പോൾ അത് പാസ്സാക്കിയിട്ടുള്ളത് ഒന്ന് CPM ഭരിക്കുന്ന കേരളത്തിൽ, രണ്ട് DMK-യുടെ തമിഴ്നാട്ടിൽ, മറ്റൊന്ന് കർണാടകത്തിൽ കോൺഗ്രസ്. അവരെല്ലാം ആ പ്രമേയത്തിൽ ഒരേ ഒരു വരി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിയതും പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയതും മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ഈ ബില്ല് എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ ഗിമ്മിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, മറ്റ് മതവിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മതത്തിൻ്റെ ആ മതത്തിലെ ജനങ്ങൾ തന്നെ നേരെ തിരിച്ചാണ് പറയുന്നത്. അത് സംരക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. അതല്ല മതേതരത്വം. അവരുടെ മതേതരത്വം എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ വിഭാഗങ്ങളും ഇത് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ CBCI ഉൾപ്പെടെ കത്തോലിക്ക സഭ ഉൾപ്പെടെ ഈ ബില്ലിനെ അനുകൂലിക്കുകയും ഒപ്പം ചൂണ്ടിക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നിലവിൽ വഖഫ് ബോർഡിനുള്ള അവകാശങ്ങളിൽ പലതും ഭരണഘടനാ വിരുദ്ധവും മതമൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സൗഹാർദ്ദത്തിനെതിരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നതിനൊപ്പം പാർലമെന്റിൽ ഉൾപ്പെടെ മറ്റ് എം പിമാരുടെ കൂടി പിന്തുണ നേടിയെടുക്കാനും സഹായിക്കുമെന്നതാണ്. അത് ഈ MP-മാരുടെ മനസാക്ഷിയോടുള്ള ഒരു ചോദ്യമാണ്. ഇനിയുള്ള നിമിഷങ്ങൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും അവരുടെ മനസാക്ഷിയോട് സംവദിക്കണമെന്നും ആ മനസാക്ഷി പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ അത് പാസ്സാക്കുന്നതിനുള്ള അംഗബലം നിലവിൽ NDA-ക്കും ഒപ്പം രാജ്യസഭയിലും ലോക്സഭയിലും NDA-ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഒന്ന്, പ്രതിപക്ഷ MP-മാർ, കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ MP-മാർ അവരുടെ മനസാക്ഷിയോടാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. ഈ ബില്ലിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ, ബില്ലിനെ എതിർക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഈ MP-മാർ അവരുടെ മനസാക്ഷിയോട് ചോദിക്കണം എന്നുള്ളതാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ ബില്ല് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി 1954 ആദ്യമായി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പിന്നീട് 1995 ആ 54 നിയമം റദ്ദാക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുന്നു. അതിൽ 2013 ഒരു ഭേദഗതിയും കൊണ്ടുവരുന്നു. 95 വഖഫ് ബോർഡിന്റെ നിയമവും 2013 ഭേദഗതിയും പരിശോധിക്കുമ്പോൾ 2013 ഭേദഗതിയോടുകൂടി അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങളാണ് വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ളത്. വഖഫിന് പ്രത്യേക ട്രൈബ്യൂണൽ രൂപീകരിച്ചുകൊണ്ട് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേസുകൾ തീർപ്പാക്കുന്നതിന് വഖഫ് ട്രൈബ്യൂണൽ നിലവിൽ വരുന്നു. അത്തരം ട്രൈബ്യൂണൽ വന്നിട്ടുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ ഒരു വഖഫ് ബോർഡ് ഒരു ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വഖഫിൻ്റേതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിലവിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള വ്യക്തിക്കാണ്. അതും തെളിയിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലാണ്. അത്തരത്തിൽ വന്നിട്ടുള്ള കേസുകളെല്ലാം പരിശോധിക്കുമ്പോൾ 95% കേസുകളും വഖഫ് ട്രൈബ്യൂണൽ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അനിയന്ത്രിതമായി വഖഫ് ബോർഡിനുള്ള നിയമങ്ങൾ, അധികാരങ്ങൾ എടുത്തു കളയുന്നതാണ് ഇപ്പോൾ 2025 ഇന്ന് ഈ ഒരു സമയത്ത് ഇപ്പോൾ പാർലമെന്റിൽ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി. അതിൽ ഏറ്റവും നിർണായകമായിക്കുക എന്നുള്ളത് ഒരു വഖഫിനൊരു ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് ആ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ വഖഫിനൊരു ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ അതൊരു നോട്ടീസ് നൽകിയാൽ മതി. ഇത്രയും അധികം ഭൂമി വഖഫിൻ്റേതാണ് എന്ന നോട്ടീസ് നൽകിയാൽ മതി. പക്ഷേ ഇനി മുതൽ അത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ വളരെ കൃത്യമായി ആ ഭൂമി വഖഫ് ചെയ്തതാണ് എന്നതിൻ്റെ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വഖഫ് ബോർഡിന് മുൻപോട്ട് പോകാൻ സാധിക്കൂ. മറ്റൊന്ന്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നം, സ്വത്ത് തർക്കം വരുമ്പോൾ അത് ആദ്യം ട്രൈബ്യൂണലിന് മുൻപിലേക്ക് എത്തും. ട്രൈബ്യൂണൽ അത്തരത്തിൽ വിധി അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥന് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. അതായത് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. ബോർഡിനകത്ത് ഈ മുസ്ലിം മതത്തിനപ്പുറത്തേക്കുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും. അത്തരത്തിൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക, വഖഫ് ബോർഡിനെ തകർക്കുക എന്നതിന് ഒരു ലക്ഷ്യവുമില്ല ഈ ബില്ലിന് എന്നുള്ളത് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിയും കിരൺ റിജിജുവും ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ള ജോർജ് കുര്യനും ഒപ്പം ഈ ബില്ല് വിശദമായി പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജഗദാംബിക പാലും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പകരം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക, രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്.